നീ ഞങ്ങളുടെ സ്വപ്നത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. 2016 JNU ക്യാമ്പിൽ മുഴങ്ങിക്കേട്ട ആസാദി മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ ആസാദി മുദ്രാവാക്യങ്ങൾ അന്ന് വലിയ വിവാദമായിരുന്നു. ഈ മുദ്രാവാക്യത്തിൽ പരാമർശിച്ച അഫ്സൽ ആരാണെന്നറിയാമോ? 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട അഫ്സൽ ഗുരു. ഈ അഫ്സൽ വഴികാട്ടുമെന്നായിരുന്നു JNUവിൽ അന്ന് മുഴങ്ങിക്കേട്ടത്. അഫ്സൽ ഗുരുവിനെ മഹത്വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അന്ന് അതിന്റെ ഈ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച ആക്ടിവിസ്റ്റ് ആയിരുന്നു ഉമർ ഖാലിദ്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് അന്യായമായാണ് എന്ന് എല്ലാ കാലത്തും ആവർത്തിച്ചവനാണ് ഈ ഉമർ ഖാലിദ്. അഫ്സൽ നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞവൻ. JNU സംഭവത്തിന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് ഉമർ തന്റെ കാശ്മീർ നിലപാട് വ്യക്തമാക്കുന്നത്. ഉമർ ഖാലിദ് പിന്നീട് നിരവധി പൊതു പ്രസ്താവനകളിൽ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയെ വിമർശിക്കുകയും കാശ്മീർ വിഷയത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു. അടിസ്ഥാനപരമായി ഞാൻ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കാശ്മീർ അധിനിവേശത്തിന് എതിരാണ്. ഞാൻ കാശ്മീരിൽ നിന്നുള്ള ആളല്ലെന്ന് വളരെ വ്യക്തമാക്കുന്നു. പക്ഷേ കാശ്മീരിൽ സംഭവിക്കുന്നത് ഇന്ത്യയുടെ കാശ്മീർ അധിനിവേശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പടി കൂടി കടന്ന് കാശ്മീർ ഇന്ത്യക്കോ പാകിസ്ഥാനോ ഉള്ളതല്ല എന്നുകൂടി ഖാലിദ് പറയുകയുണ്ടായി. ഇങ്ങനെ കിട്ടിയ സ്ഥലത്തെല്ലാം ഈ രാജ്യത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചു നടന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് CAA നിയമം പാസാക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ പ്രധാന കേന്ദ്രം ഡൽഹി ആയതുകൊണ്ട് തന്നെ സകല മീഡിയകളും ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു വാർത്തകൾ നൽകിയിരുന്നത്. ഉമർ ഖാലിദ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കാശ്മീർ നയത്തെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ വ്യാപകമായി രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇതിനിടെയാണ് 2020 ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചത്. ഇത് മനസ്സിലാക്കി അതിന്റെ തൊട്ട് തലേ ദിവസം ആരംഭിച്ച കലാപമാണ് ഡൽഹി കലാപം. ഈ കലാപത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കലാപത്തിനിടെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മയെ 51 വെട്ടുവെട്ടി ഇസ്ലാമിക ഭീകരവാദികൾ ഭീകരത സൃഷ്ടിച്ച കലാപം. ഈ കലാപം ആസൂത്രണം ചെയ്തതിന്റെ പേരിലാണ് ഉമർ ഖാലിദിനെ ഇന്ന് UPA ചുമത്തി ജയിലിൽ ഇട്ടേക്കുന്നത്. ഇപ്പോൾ 6 വർഷത്തിലേറെയായി ഉമർ ഖാലിദ് ജയിലിലാണ്. 6 വർഷമായിട്ടും ഇവന് ജാമ്യം നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. അതിന്റെ പ്രധാന കാരണം അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ ഡൽഹി കലാപത്തിന്റെ ആസൂത്രന്മാരിൽ ഒരാളായ ആം ആദ്മി കൗൺസിലർ കൂടിയായ താഹിർ ഹുസൈനുമായുള്ള ഉമറിന്റെ ചാറ്റുകളാണ്, ബന്ധപ്പെടലുകളാണ്. ഈ താഹിർ ഹുസൈനാണ് ഇന്റലിജൻസ് ഓഫീസർ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതും. പോലീസ് റെക്കോർഡുകൾ പ്രകാരം ഷെരീഫ് ബാങ്കിൽ ഇരുവരും ഒത്തുചേർന്നാണ് ഭാവി കാര്യപരിപാടികൾ പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ ഫണ്ടിംഗ് താരിഖാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അതിന്റെ ഉപയോഗവും മറ്റും ഖാലിദ് ആയിരുന്നുവെന്നാണ് കുറ്റം. 53 മരണം സംഭവിച്ച ഒന്നായിരുന്നു ഈ കലാപം. അങ്ങനെയുള്ള ഈ ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്നാണ് CJP സമരത്തിൽ ആവശ്യമുയർന്നത്. ഈ ഉമർ ഖാലിദിനെയാണ് ഇടതുപക്ഷ സംഘടനകൾ വെളുപ്പിക്കാൻ നോക്കുന്നത്. ഏതെങ്കിലും ജൻസി ഉമർ ഒരു വിശുദ്ധ പുണ്യാളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം തിരുത്തി കുറിക്കണം. ഉമർ ഖാലിദ് ഈ രാജ്യം അവസാന 10 വർഷത്തിൽ കണ്ട ഏറ്റവും അപകടകാരിയായ വിഘടനവാദിയും തീവ്രവാദിയുമാണ്. ഒന്നുകൂടി പറയട്ടെ, CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയവരിൽ പ്രമുഖനായിരുന്ന ഉമർ ഖാലിദിന്റെ അച്ഛൻ സെയ്ദ് ഇല്യാസ്. ആരാണ് സെയ്ദ് ഇല്യാസ്? സെയ്ദ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാപകനാണ്. നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകനായിരുന്നു. നിലവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവിയും. അപ്പോ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയില്ലേ?